ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് 2026 പെർമനന്റ് ജോബാണ്. ഡ്രൈവറിന്റെ വേക്കൻസി ഉണ്ട്, LDCയുടെ വേക്കൻസി ഉണ്ട്, ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 10th ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 12th ക്ലാസ്സുകാർക്ക് അപ്ലൈ. 10th-ന്റെയും 12th-ന്റെയും മാത്രമേ ഇതിനകത്ത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അനുസരിച്ചുള്ള പോസ്റ്റാണ്. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഓഫ്ലൈൻ ആണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട. ഓഫ്ലൈൻ ആണ്. ഇതിനകത്ത് അവർ ഫോം തന്നിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് ഫില്ലപ്പ് ചെയ്തയക്കുക. ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്ന ആ ഫോമാണ്. ആ ഫോം എങ്ങനെയാ ഫില്ലപ്പ് ചെയ്തെന്ന് കാണിച്ചിട്ട് ബാക്കി ഇതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് ഇവരുടെ ഒരു ഫോം. പെർഫോമ ഫോർ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ആദ്യം എഴുതണം ഇൻ യൂണിറ്റ്. അതായത് ഇവിടെ ഓരോ യൂണിറ്റ് തന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം ആ യൂണിറ്റിനെ പറ്റി. അപ്പൊ ആ യൂണിറ്റ് നിങ്ങൾ എഴുതണം. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് ഇൻ യൂണിറ്റ് എന്നുള്ളിടത്ത് യൂണിറ്റ് എഴുതണം. പോസ്റ്റ് അപ്ലൈഡ് ഫോർ, ആ പോസ്റ്റ് വീണ്ടും എഴുതണം. നെയിം കാൻഡിഡേറ്റിന്റെ പേരിടണം. ബ്ലോക്ക് ലെറ്ററിൽ എഴുതണം. ഇവിടെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ലെറ്റർ. ഫാദേഴ്സ് നെയിം എഴുതണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. അറ്റാച്ച് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. ആസ് ഓൺ ഡേറ്റ്, ഏജ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്. നിങ്ങളുടെ ഈ ലാസ്റ്റ് ഡേറ്റിൽ ഏതായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടെ പറയുന്ന ഇവരുടെ ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ജനുവരി 1-ാം തീയതി, ഈ വർഷം ജനുവരി 1-ാം തീയതി. അപ്പൊ ആ ഒരു ഡേറ്റിന്റെ അനുസരിച്ച് നിങ്ങളുടെ ഏജ്, ഇയർ എത്രയാണ്, മന്ത് എത്രയാണ്, ഡേറ്റ്സ് എത്രയാണെന്ന് കൊടുക്കണം. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർ എത്രയാണ്, മന്ത് എത്രയാണ്, ഡേറ്റ്സ് എത്രയാണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർ എത്രയാണ്, മന്ത് എത്രയാണ്, ഡേറ്റ്സ് എത്രയാണ്, ആസോൺ 1 ജനുവരിയിൽ നിങ്ങളുടെ ഏജ് എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. അതനുസരിച്ച് നിങ്ങൾ ഇവിടെ ഫില്ലപ്പ് ചെയ്താൽ മതി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ. അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം. പെർമനന്റ് അഡ്രസ്സ്, നിങ്ങൾക്ക് 2 അഡ്രസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രസന്റ് അഡ്രസ്, പെർമനന്റ് അഡ്രസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എഴുതണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ഇനി നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണോ, OBC ആണോ, SC ആണോ, ST ആണോ എന്നുള്ളതാണ്. അറ്റാച്ച് സെൽഫ് അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ഇതിനകത്ത് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്, അത് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എന്താണെന്ന് കൊടുക്കണം. ഇനി അതർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ഫിസിക്കലി ഹാൻഡിക്കാപ്പേഡ് ആണെങ്കിൽ അത് നിങ്ങൾ പറയണം. ടെക്നിക്കൽ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക്, ഇപ്പൊ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിൽ ടൈപ്പിങ്ങിന്റെ ആ ഒരു ചോദിക്കുന്നുണ്ട്, അപ്പൊ അത് നിങ്ങൾ ഇവിടെ കൊടുക്കണം. ഡൊമൈസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി താഴെ പറയുന്നു ഓഫീസ് യൂസർ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കണം. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അത് ഞാൻ അവിടെ പറയാൻ മറന്നുപോയി. തന്നയിൽ ഞാൻ അത് പറയാൻ മറന്നുപോയി. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല നിങ്ങൾക്ക്, പക്ഷെ എക്സാം ഉണ്ട്. അപ്പൊ ഇവിടെ എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട. നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും നിങ്ങളുടെ എക്സാം, കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം. ബാക്കി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാം. അതിന് ഈ നോട്ടിഫിക്കേഷന്റെ ഒരു ചെറിയ ഇതായിട്ട് ഒരു സിംഗിൾ പേജിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങളെ കാണിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എയർപോർട്ട് റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷൻ ഔട്ട് ഫോർ LDC ഡ്രൈവർ ടൈപ്പിസ്റ്റ് പോസ്റ്റ്. ദ ഇന്ത്യൻ എയർപോർട്ട് ഹാസ് ഇഷ്യൂഡ് നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു വേരിയസ് പോസ്റ്റ്. ഇനി പോസ്റ്റ് നെയിം ലോവർ ഡിവിഷൻ ക്ലർക്ക്, LDC, ഹിന്ദി ടൈപ്പിസ്റ്റ് ആൻഡ് ഡ്രൈവർ. ഹിന്ദി ടൈപ്പിസ്റ്റ് നമുക്ക് പറ്റത്തില്ല, ഡ്രൈവറുടെ പോസ്റ്റ് ഉണ്ട്. നമ്പർ ഓഫ് പോസ്റ്റ് വേരിയസ് പോസ്റ്റ് ആണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 2 മെയ് തൊട്ട് ഇത് തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് 1 ജൂൺ 2026 വരെ, ജൂൺ 1-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ മോഡ് ഓഫ്ലൈനിലാണ്. Candidate who are going to apply for this airport, this one must candidate should നിങ്ങൾ 10th 12th കാർക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 ജനുവരി 2026 നിങ്ങൾക്ക് ആ ഏജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അത് കമന്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കാം.
ആപ്ലിക്കേഷൻ ഏജ് മിനിമം 18 ആൻഡ് മാക്സിമം ഏജ് 30 ഇയേഴ്സ്. മാക്സിമം ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് SC ST അല്ലെങ്കിൽ PWD 18 തൊട്ട് 30. അപ്പം ഈ റെഗുലർ അതായത് ജനറൽ കാറ്റഗറിക്ക് എത്ര വയസ്സാണെന്നുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ അത് ഓർക്കുന്നില്ല. നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. OBC കാൻഡിഡേറ്റ് ഏജ് ലിമിറ്റ് മിനിമം 18 വയസ്സ്, SC ST 18 വയസ്സ് മിനിമം ആണ്. പക്ഷേ ഏജ് റിലാക്സേഷൻ SC ST OBC കാൻഡിഡേറ്റ് റിലാക്സേഷൻ ആസ് പെർ ഓൺ ഗവൺമെന്റ് റൂൾ റെഗുലേഷൻ SC STക്ക് 5 വർഷത്തെ ഉണ്ട്, OBCക്ക് 3 വർഷത്തെ ഉണ്ട്. ആൾ ഇന്ത്യ ജോബാണ്. മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC കാറ്റഗറി നില്ലാണ്. SC ST EWS വുമൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് നില്ലാണ്. ആർക്കും ഒരു പേയ്മെന്റും കൊടുക്കണ്ട. നിങ്ങൾ ഇന്ത്യയിൽ എവിടെയുമായിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ഗ്രാമത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ സ്റ്റേറ്റിലായിക്കോട്ടെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്ഷൻ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ഫൈനൽ അതിനകത്ത് ഫൈനൽ മെറിറ്റ് വരുന്നത്. ഡോക്യുമെന്റ്സ് ഏതൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം? ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു കൊടുക്കണം. ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആയിരിക്കണം. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് 10th ആൻഡ് 12th വേണം. നിങ്ങൾ 10th ആണ് അപ്ലൈ ചെയ്യേണ്ടത്, 10th കൊടുക്കണം. 12th ആണെങ്കിൽ 12th കൊടുക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം. ഇത്രയും കാര്യങ്ങളാണ്. നമുക്കിനി വീണ്ടും ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അവിടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ്, ഇത് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെ പറയുന്നുണ്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രൂപ്പ് C സിവിലിയൻ പോസ്റ്റ് ഇൻ ഇന്ത്യൻ എയർഫോഴ്സ്, അഡ്വൈസേഴ്സ്മെന്റ് നമ്പർ 1/2026. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ എലിജിബിൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണമെന്നേ ഉള്ളൂ. ബാക്കി ഇവിടെ പറയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അപേക്ഷ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഇപ്പൊ കാൺപൂര്, ഇവിടെ കാൺപൂരിന്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ ഒരു ഇൻവെലഫ് എടുക്കുക. ഇൻവെലഫിൽ ഈ ഒരു അഡ്രസ്സ് എഴുതുക. അതിന്റെ മേളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, നമ്മുടെ ഒരു കേരളത്തിനെ അപേക്ഷിച്ച് കൂടുതലും ക്ലർക്ക് അല്ലെങ്കിൽ ഡ്രൈവറുടെ പോസ്റ്റ് ആയിരിക്കും. നിങ്ങൾ കാൺപൂരിൽ അപേക്ഷിക്കുന്നെങ്കിൽ അതിന്റെ ഈ കാൺപൂരിന്റെ അഡ്രസ്സ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് മേളിൽ കൊടുക്കുക. ഈ ഒരു ക്ലർക്കിന്റെ പോസ്റ്റിനെ അപേക്ഷിക്കുന്നെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ ആ പോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഓരോ ഡിവിഷനിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കാൺപൂർ കഴിഞ്ഞ് പൂനെയുണ്ട്, ഗുജറാത്ത് ഉണ്ട്. ഈ എയർപോർട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്, കേരളത്തിലുണ്ട്. അത് ഹിന്ദി ടൈപ്പിസ്റ്റിന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പിസ്റ്റിന് നമുക്ക് കേരളത്തിൽ പറ്റത്തില്ല. അപ്പൊ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. കേരളത്തിൽ പരീക്ഷ നടക്കുന്നത് കേരളത്തുകാർക്ക് കേരളത്തിൽ തന്നെയാണ്. പക്ഷേ അപ്പൊ ഓരോ സെക്ഷൻ ഓരോ യൂണിറ്റിന്റെയാണ് ഈ അഡ്രസ് കൊടുത്തിരിക്കുന്നത്. ആ യൂണിറ്റിലുള്ള പോസ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റിൽ നിങ്ങൾ ഇപ്പൊ പൂനെയിലാണെങ്കിൽ ഈ അഡ്രസ്സിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം. നിങ്ങൾ ഗുജറാത്ത് ആണെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സിൽ അയക്കണം. അതുപോലെ ചെന്നൈ, നിങ്ങൾ തമിഴ്നാട്ടിൽ അപേക്ഷിക്കാം, ഈ അഡ്രസ്സിൽ അയക്കണം. അത് മഹാരാഷ്ട്ര, അങ്ങനെ ഓരോ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിന്റെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ യൂണിറ്റിന്റെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ അഡ്രസ്സിലാണ് അയക്കേണ്ടത്. അവിടെ നിങ്ങൾ നോക്കണം ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ ഉണ്ടോ ഡ്രൈവറിന്റെ ഉണ്ടോ എന്ന്. ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് പറയുന്നത്, ഇവിടെ ജനറൽ കാറ്റഗറി വരുന്നവർക്ക് 18 തൊട്ട് 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 3 വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കും OBCക്ക്, 5 വർഷത്തെ ഇളവ് SC STക്ക് ഉണ്ട്. 10 years ഫോർ ദ കാൻഡിഡേറ്റ് ബിലോങ് ടു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന്, അതായത് നിങ്ങൾക്ക് അംഗവൈകല്യമുള്ളവർക്ക് 10 വർഷത്തെ കൺസിഡറേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ ആസ് പെർ പേ മെട്രിക് 7th CPC ആണ്. ഇവിടെ 12th പാസ് പറയുന്നുണ്ട്. നിങ്ങൾ ലോവർ ഡിവിഷൻ ക്ലർക്കിനെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 12th പാസ് ആയിരിക്കണം. നിങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ബാക്കി ഞാൻ ഇവിടെ ആപ്ലിക്കേഷന്റെ പറഞ്ഞ്, ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ 2 തരത്തിൽ എടുക്കണം. ആദ്യം ഇതിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എല്ലാം ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ഒരു നമ്മൾ A4 സൈസിൽ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ അത് വളരെ ചെറുതാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇതിന്റെ ഫോട്ടോ എടുക്കണം, പ്രിന്റ് ഔട്ട് എടുക്കണം. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന്റെ ഒന്നുകിൽ നിങ്ങൾ അതിന്റെ ഈ ഒരു പോർഷൻ മാത്രം ഫോട്ടോ കോപ്പി എടുപ്പിക്കുക. അങ്ങനെ എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം. ബാക്കി ഇവിടെ ചോദിച്ചിരിക്കുന്ന നിങ്ങൾ ക്വാളിഫിക്കേഷന്റെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യണം. ഇവിടെ ഫോർ ഓഫീസ് റെക്കോർഡ് ഓൾ ചെയ്യുന്ന ഇതിന് താഴോട്ട് വരുന്നതെല്ലാം ഈ ഓഫീസ്
റിക്കാർഡിന് വേണ്ടിയിട്ടുള്ള ഈ വളരെ നല്ല വേക്കൻസിയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. എയർപോർട്സിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.